ഹായ്, വെൽക്കം ടു ജോസിനോ ഹോംബുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ജെൻ അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു നൂതന കൃഷി രീതിയെ പറ്റി വിവരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം അതിൻ്റെ പേരാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പം മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി അല്ലെങ്കിൽ ചെറുത് എന്നുള്ളത്, ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ലീഫ്, ഇല അല്ലെങ്കിൽ പച്ചപ്പ് അതൊക്കെ പറയാം. അപ്പം ഇങ്ങനത്തെ ഈ കുഞ്ഞു ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് സീഡായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ വിത്തായിട്ട് കഴിക്കുന്നേക്കാളും അത് നമ്മൾ മുളപ്പിച്ചിട്ട് ഇലയാക്കി കഴിക്കുമ്പോഴേക്കും ആ വിത്താക്കി കഴിക്കുന്നതിനേക്കാളും 10 ഇരട്ടി വരെ ഗുണം കിട്ടുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇപ്പോഴാണ് അത് ട്രെൻഡായിട്ട് വരുന്നത്. അപ്പം ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വളരെ വലുതാണ്. നമ്മൾ കടയിൽ പോയിട്ട് അടിച്ച ഇലക്കറികളൊക്കെ വാങ്ങി ഭക്ഷിക്കുന്നേക്കാളും നല്ലത് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ മൈക്രോ ഗ്രീൻസ് വളർത്തിയെടുത്ത് മക്കൾക്ക് അത് നമ്മൾ തോരനായിട്ടോ അല്ലെങ്കിൽ ഓംലെറ്റിന്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ സാലഡിന്റെ കൂടെയോ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം ആരോഗ്യത്തിന് വളരെയധികം ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഇത് വഴിയായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെ നമുക്ക് ഇതിനെ വീടുകളിൽ വളർത്തിയെടുക്കാമെന്നും ഏതൊക്കെ വിത്തുകൾ നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാമെന്നും എന്നതിനെ പറ്റി വിവരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ റാഡിഷ്, ക്യാബേജ്, അതുപോലെ സെലറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അവർ മൈക്രോ ഗ്രീൻസ് ആയിട്ട് വളർത്തിയെടുക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ റാഡിഷും അതുപോലെ ക്യാബേജിന്റെ വിത്തൊന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പം ഗ്രോസറി സ്റ്റോറുകളിലൊക്കെ കിട്ടുമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടില്ല. കിട്ടിയാൽ തന്നെ അത് ഭയങ്കര വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഒരു ചെലവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന മൈക്രോ ഗ്രീൻസിനെ പറ്റി അതെങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈർപ്പമാണ്. അപ്പൊ ഈർപ്പം എപ്പോഴും നിലനിർത്തുക. അപ്പൊ നമ്മൾ ഒത്തിരി വെയിലത്ത് കൊണ്ട് ഇത് വെക്കരുത്. നമ്മുടെ വീടുകളിൽ ഉള്ളിൽ തന്നെ ഇപ്പം ടേബിളിന്റെ മേളിലോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ മേളിലോ ഓവന്റെ മേളിലോ അല്ലെങ്കിൽ അങ്ങനെ ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് വേണം നമ്മൾ ഈ മൈക്രോ ഗ്രീൻസിനെ വളർത്തിയെടുക്കാൻ. ഒട്ടും തന്നെ വെയിലടിപ്പിക്കാതെ വേണം വളർത്തിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ആ വളർച്ചയുടെ അവസാന ഘട്ടങ്ങളിൽ വേണമെങ്കിൽ ഒരു 1-2 ദിവസമൊക്കെ നമുക്ക് പുറത്തു കൊണ്ട് വെയിൽ കൊള്ളിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. അല്ലാതെ തന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും, ഒരു ചെലവും ഇല്ലാതെ. അതായത് ഇതിന്റെ വളത്തിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അതുമല്ല, നമ്മൾ ഇത് മുളച്ചു കഴിഞ്ഞതിന് ശേഷം 14 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിനെ എടുത്ത് കറിയാക്കി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഇതിന്റെ വേറൊരു സവിശേഷതയാണ്. നമ്മളിപ്പോൾ ഒരു ചീര നട്ടാൽ പോലും അതിന് 1 മാസമെങ്കിലും എടുക്കും അതൊന്ന് വളർന്ന് നമുക്ക് കറിയാക്കാനായിട്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ വളർത്തിയെടുത്തതിന് ശേഷം 7ാമത്തെ ദിവസം തുടങ്ങി നമുക്ക് അതിന് ഉപയോഗിക്കാം. മാക്സിമം 14 ദിവസം നമുക്കിതിനെ വളർത്തിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ചെറുപയർ എങ്ങനെയാണ് മൈക്രോ ഗ്രീൻ ആക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ വിത്തുകളും നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നല്ല ഈർപ്പം നിലനിർത്തണം. പക്ഷേ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം. ഒരു സ്പ്രേയറോ അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുക അങ്ങനെ മതി. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേക്കാളും തളിച്ചു കൊടുത്താൽ മതി. പിന്നെ ഉലുവയുടെ ഇല മാത്രം ചെയ്യുമ്പോൾ ആ ഉലുവയുടെ ഇലയ്ക്ക് ചെറുതായിട്ടൊരു കയ്പ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ താളിക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ. തോരനായിട്ട് അധികം എടുക്കാറില്ല കേട്ടോ. അപ്പം നോക്കാം എങ്ങനെയാണിത് വളർത്തിയെടുക്കുന്നതെന്ന്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് മൈക്രോ ഗ്രീൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നേരിട്ട് മണ്ണിലേക്ക് നമുക്ക് പാകി കൊടുക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ കുതിർത്ത പയറിനെ ഒന്ന് മുളപ്പിച്ചതിന് ശേഷം നേരിട്ട് മണ്ണിലേക്ക് നമുക്ക് പാകി കൊടുക്കാം. അപ്പം ആദ്യത്തെ രീതിയെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്, ഇതിപ്പോൾ 6 മണിക്കൂർ കുതിർത്ത പയറാണ്. ഇതിന് ഇതുപോലെ ഒരു പാത്രത്തിൽ മണ്ണ് നിറച്ചതിന് ശേഷം നമുക്ക് ലൂസായിട്ട് പാകി കൊടുക്കാം. ഒരുപാട് തിക്കായിട്ട് പാകി കൊടുക്കരുത്, ലൂസായിട്ട് പാകി കൊടുക്കുക. എന്നിട്ട്
എന്നിട്ട് നന്നായിട്ട് അതിനെ നനയ്ക്കുക. നനച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക, ഒരു ഇച്ചിരി തണലുള്ള സ്ഥലത്ത് മാറ്റി വയ്ക്കുക. ഇത് രണ്ടാമത്തെ രീതിയാണ്. ആ കുതിർത്ത പയറിനെ നമ്മൾ ഒന്ന് മുളപ്പിച്ചു, അതിൽ നിന്ന് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒരു ദിവസം വെറുതെ വെച്ചിരുന്നാൽ മതി. ഇതുപോലെ അതിന് മുള വന്ന് തുടങ്ങും. ഈ മുള വന്ന പയറിനെ നമുക്ക് മണ്ണിലേക്ക് പാകി കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ നന്നായിട്ട് ഏത് മണ്ണാണോ നമുക്ക് നിറയ്ക്കേണ്ടത് ആ മണ്ണ്, ഏത് മണ്ണായാലും കുഴപ്പമില്ല, പോട്ടി മിക്സോ അല്ലെങ്കിൽ ചകിരിച്ചോറോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മണലോ മണ്ണോ ഏതായാലും കുഴപ്പമില്ല, മണ്ണ് നിറച്ച് കൊടുക്കുക. മണ്ണ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് തിക്കായിട്ട് കുത്തി നിറച്ച് മണ്ണ് നിറയ്ക്കരുത്. ലൂസായിട്ട് നമ്മൾ ജസ്റ്റ് പുട്ടിനൊക്കെ പൊടി വാരിയിടത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് വാരിയിട്ടാൽ മതി. അങ്ങനെ വാരിയിട്ടതിന് ശേഷം നന്നായിട്ട് അതിനെ നനയ്ക്കുക. നനച്ചതിന് ശേഷം നമ്മുടെ ഈ കുതിർത്ത പയർ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മേളിലേക്ക് കുറച്ച് മണ്ണ് തന്നെ പാകി കൊടുത്തോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ ഒന്ന് മൂടിക്കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മണ്ണ് ഇതിൻ്റെ മേളിലേക്ക് ലൂസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് തിക്കി ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ആ പയർ മൂടാൻ പാകത്തിന് മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഒരുപാട് കനത്തിൽ മണ്ണിട്ട് കൊടുക്കരുത് കേട്ടോ. ഈ പയർ നമുക്ക് കാണരുത് പുറത്തോട്ട്, അതുപോലെ നനയ്ക്കുമ്പോഴും ഇത് പുറത്തോട്ട് ഇങ്ങനെ പൊന്തി വരരുത്. ആ രീതിയിൽ മണ്ണിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക. അപ്പം നനയ്ക്കുമ്പോൾ നമ്മൾ കുത്തി വെള്ളം ഒഴിക്കരുത്, ഇതുപോലെ സ്പ്രേയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചയാണ്. കണ്ടോ, വേരൊക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പം ജസ്റ്റ് നമ്മുടെ പയറുകൾ കുറച്ച് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. പക്ഷെ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും വെള്ളം കെട്ടി നിന്ന് അതുപോലെ നനയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ കണ്ടോ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ടോ മൂടി വെക്കാതിരിക്കാൻ മറക്കരുത്. കാരണം അല്ലാതെ ഇത് തുറന്നു വെച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ചകിരിച്ചോറാണ്, അപ്പം ചകിരിച്ചോറ് ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മണ്ണാവുമ്പം ചിലപ്പം പെട്ടെന്ന് ഡ്രൈ ആവില്ലായിരിക്കും. അപ്പോൾ ഇത് ചകിരിച്ചോറായതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, ഇച്ചിരി ഡ്രൈ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിനെ മൂടി വയ്ക്കും. അപ്പം നമ്മുടെ പയർ നന്നായിട്ട് മുളച്ച് തുടങ്ങുന്നത് വരെ നനച്ചു കൊടുത്തതിന് ശേഷം മൂടി വെക്കാതിരിക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസത്തെയാണ്. കുറച്ചും കൂടെ പയർ മേളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇലയൊക്കെ ഏകദേശം ഒന്ന് ഡെവലപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇപ്പം നനവുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താൽ മതി. ഇത് പുറത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കിച്ചണിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്നാൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ സമയങ്ങളിൽ കുറച്ച് വെയിലൊന്ന് കൊള്ളിക്കും കേട്ടോ അതിന്. ഇത് നാലാമത്തെ ദിവസത്തെ കാഴ്ചയാണ്. അപ്പം നമ്മുടെ പയറുകളൊക്കെ ഏകദേശം മേളിലേക്ക് നന്നായിട്ട് പൊന്തി വന്നു. അതിൻ്റെ ഇലകളൊക്കെ ചിലതിനൊക്കെ ഇല വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ പയറിൻ്റെ മുളയുടെ അടിസ്ഥാനത്തിലായിരിക്കും മേളിലേക്ക് പൊന്തി വരുന്ന കാഴ്ചയും. ഇതിപ്പോൾ ആറാമത്തെ ദിവസത്തെ വളർച്ചയാണിത്. കണ്ടോ, ആറാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മുടെ പയർ നന്നായിട്ട് മേളിലേക്ക് പൊന്തി വന്നു തുടങ്ങി. ഇത് എട്ടാമത്തെ ദിവസത്തെ കാഴ്ചയാണ്. അപ്പം എട്ടാമത്തെ ദിവസം തുടങ്ങി വേണമെങ്കിൽ നമുക്കിതിനെ കൺസ്യൂം ചെയ്ത് തുടങ്ങാം കേട്ടോ. എട്ടാമത്തെ ദിവസം തുടങ്ങി നമുക്കിതിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. 14 ദിവസം വരെ വെച്ചിരുന്നാൽ മതി. അതായത് അടുത്ത സെറ്റ് ലീഫ് വരരുത്. ഈ 2 ഇല പാകമാണ് ശരിക്കും മൈക്രോഗ്രീൻസിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ 8ാമത്തെ ദിവസം തുടങ്ങി ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി കാണിക്കാൻ പോകുന്നത് പൂർണ്ണ വളർച്ചയെത്തി, അതായത് 14 ദിവസം പൂർത്തിയായിട്ടുള്ള നമ്മുടെ പയറിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കിതിന് ഹാർവെസ്റ്റ് ചെയ്യാം, അതായത് നമുക്കിതിന് ഉപയോഗിക്കാനായിട്ട് തുടങ്ങാം, ശരിക്കും ഉപയോഗിക്കാൻ തുടങ്ങാം. ഇതിനപ്പുറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 14 ദിവസം മാക്സിമം വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മൈക്രോഗ്രീൻസ് അല്ലെങ്കിൽ നമ്മുടെ പയർ നന്നായിട്ട് മുളച്ച് നല്ല പാകമായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രസമായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് നല്ല രസമാട്ടോ. ഈ ടേബിളിൻ്റെ പുറത്തൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായത് കാണാനായിട്ട്, ആ ഒരു പച്ചപ്പിൽ നല്ല ഭംഗിയായത് കാണാനായിട്ട്. ഇനി അടുത്ത കാണിക്കുന്നത് ഈ പയർ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്.
അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ട് നമുക്കൊരു 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷേ എപ്പോഴും നല്ലത് അപ്പം തന്നെ കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് അപ്പം തന്നെ കൺസ്യൂം ചെയ്യുന്ന. അപ്പം പയർ കട്ട് ചെയ്തെടുത്തതിന് പയറിലിന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു സവാളയാണ്. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാം. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും വേണം, കുറച്ച് വേപ്പിലയും വേണം. കറിവേപ്പില ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മലയാളികളുടെ കറിക്ക് ഒരു കറിവേപ്പിലയുടെ ടച്ച് ഇല്ലാതെ അത് പൂർണ്ണമാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കറിവേപ്പില ഞാൻ എടുത്തത് കേട്ടോ. ഇനി നമ്മൾ ഇത് പയറില തോരനാണ് വെക്കുന്നത്. അപ്പം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ഇടുക. വേപ്പില ഇട്ടിട്ട് അതിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നിടം വരെ, ഒരുപാട് നമ്മൾ അതിനായിട്ട് വഴച്ചൊന്നും വേണ്ട. അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പയറില തോരൻ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് അതിന് സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ആവുന്ന, പെട്ടെന്ന് തന്നെ അത് കുക്കാവും. ഒരുപാട് സമയമൊന്നും എടുക്കുന്ന ഒരു ഡിഷല്ല കേട്ടോ ഇത്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇടിച്ച മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം അത് ഓപ്ഷണലാണ്. എനിക്ക് ഈ ഇലത്തോരനൊക്കെ വയ്ക്കുമ്പോഴേക്കും കുറച്ച് എരിവ് മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇടിച്ച മുളക് പൊടിയുടെ ചേർക്കുന്നത്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇനി ഇതും ഈ നമ്മുടെ ചതച്ച മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ പയറില ചേർത്ത് കൊടുക്കുക. പയറില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അത്രയേ വേണ്ടുള്ളൂ. അപ്പോഴേക്കും ഇത് കുക്കാവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മൂടി വെച്ച് കഴിയുമ്പോഴേക്കൊരു വെള്ളക്കെട്ട് പോലെ വരും. ആവി ഇറങ്ങിയിട്ടൊരു വെള്ളക്കെട്ട് പോലെ വരും. അപ്പം മൂടി വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ച് വേവിക്കുക. കണ്ടോ. അപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആണ്. ഇനി ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 2 മിനിറ്റ്, ആകെ 2 മിനിറ്റ് എടുത്തോളൂ. ആ 2 മിനിറ്റും കൊണ്ട് നമ്മുടെ ഇല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നൊരു സംഭവം പരിപ്പാണ്. അപ്പോൾ ഈ ഇലത്തോരൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിടി പരിപ്പ്, ഏത് പരിപ്പായാലും കുഴപ്പമില്ല, തോരപ്പരിപ്പായാലും കുഴപ്പമില്ല, കടലപ്പരിപ്പായാലും കുഴപ്പമില്ല, അതും കൂടെ വേവിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി തോരനായിരിക്കും കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പയറില തോരൻ, മൈക്രോഗ്രീൻ തോരൻ റെഡിയായി. ഇത് ഞാൻ പറഞ്ഞില്ല, ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ ഭയങ്കര മുന്നിലാണ്. നമ്മൾ പയർ വേവിക്കുന്നേക്കാളും അതുപോലെ മുളപ്പിച്ച പയർ കഴിക്കുന്നേക്കാളും വേറെ ഏത് ഇലത്തോരൻ കഴിക്കുന്നേക്കാളും ഒക്കെ ഭയങ്കര ന്യൂട്രീഷൻ കൂടുതലുള്ള സംഭവമാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിത് ശീലമാക്കാൻ നോക്കണം. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ പോയിട്ട് വെറുതെ ഈ വിഷമൊക്കെ അടിച്ച പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നേക്കാളും ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലൊന്ന് ശീലമാക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിന് പകരം നമുക്ക് കടുക്, പിന്നെന്താ ക്യാബേജിൻ്റെ വിത്ത്, പിന്നെ സെലറി, അങ്ങനെ കുറേ മൈക്രോഗ്രീൻസിൻ്റെ ഏത് വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം കേട്ടോ.